ദൈവത്തെ വിൽക്കുന്നതെല്ലാം കൊമേഴ്ഷ്യൽ ആവശ്യത്തിനാണ്. ഒന്നെങ്കിൽ എനിക്ക് വേണ്ടി ഒരു കുറച്ച് രാഷ്ട്രം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിലെ പോളിസി എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു ബിസിനസിന്റെ സാധ്യത കണ്ടെത്താൻ. ഇതെല്ലാം പണവും പൊളിറ്റിക്സും ബിസിനസ്സും കൂടെ ചേർന്ന ഇക്വേഷനാണ് ഈ ദൈവത്തെ മറ്റു രീതിയിലേക്ക് മാറ്റിയത്. ദൈവം എന്നുള്ള കൺസെപ്റ്റ് ഇല്ലേ, അതിനെ ദുരുപയോഗം ചെയ്യുന്നവനാണ് ഏറ്റവും ഉറപ്പുള്ളത് ദൈവമില്ലാന്ന് ചോദിക്കാൻ വേണ്ടി ധൈര്യമാണല്ലോ. ദുരുപയോഗം ചെയ്യുന്നവർക്കല്ലേ ഏറ്റവും ഉറപ്പുള്ളത്. ഇതിന്റെ പേരിൽ അക്രമം ചോദിക്കാൻ വരുമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അത് ചെയ്യൂ. ദൈവമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇവർ ഈ തോന്നിയാസം കാണിക്കുമോ? സ്വർഗമുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ വൃത്തികേട് കാണിക്കും. ഇവിടെ ഈ മതത്തിന്റെ ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എത്രയോ ലക്ഷം കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് മുഴുവൻ മതത്തിന്റെ പേരിലല്ലേ ലോകത്ത്. ഞാനൊരു കോട്ട് വായിച്ചിട്ടുണ്ട്. അതായത് ഈ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടായത് ദൈവത്തിന്റെ പേരില്, മതത്തിന്റെ പേരില്, ആൾക്കാരെ കൊന്നൊടുക്കിയത് മതത്തിന്റെ പേരില്, എന്നിട്ടും ചെകുത്താൻ വെറുക്കപ്പെട്ടവരുണ്ട്. ഞാൻ ചോദിക്കണം, ഞാൻ എന്ത് തെറ്റിയത് ഇതിനകത്തുനിന്ന്? ദൈവത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടായിട്ടുള്ളതും. കോൺഫ്ലിക്റ്റുകൾ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ അജ്ഞത കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മനഃപൂർവ്വമായിരിക്കും.